പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ GCC രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയാകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ, ഈ തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകുന്ന സമയത്തും ഈ തണുപ്പിൽ നിന്ന് നിൽക്കുന്ന സമയത്തും എല്ലാവർക്കും സാധാരണ രീതിയിലുള്ള ജലദോഷം, കഫക്കെട്ട്, ചുമ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ വാങ്ങി കുടിക്കാറുള്ളത് പെനഡോൾ, അതായത് GCCയിലൊക്കെ കിട്ടുന്ന പെനഡോൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാരസിറ്റമോൾ. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ ഇനി അങ്ങനെയുള്ള യാതൊരു പേടി വേണ്ടോ. അതിന് ബദലായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. GCCയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പേര് ജോർജ് ജോഷാന്ത് ആണ് കേട്ടോ. ഇതിൻ്റെ പേര്, ഇതൊരു പാകിസ്ഥാൻ്റെ ഉൽപ്പന്നമാണ്. ഇത് നാച്ചുറൽ ഹെർബൽ ടീ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇത് നോർമലി ആയിട്ട് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ചായപ്പൊടിക്ക് പകരം നമുക്ക് ഇത് ആഡ് ചെയ്തിട്ട് പഞ്ചസാര വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി ഇതിൽ ഷുഗർ ഉണ്ടാവും, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം ചായ കുടിക്കുന്നത് പോലെ തന്നെ ഒരു ഇളംചൂടിൽ തന്നെ ഇത് നമുക്ക് കുടിക്കട്ടോ. ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഉച്ച വൈകുന്നേരം ഈ രീതിയിൽ 1-2 ദിവസം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഫക്കെട്ട്, ജലദോഷം, ചുമ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്തൊരു ഇതുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അതിൻ്റെ നമ്മളൊരു വിക്സ് മിഠായി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതേ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് അതാണ് വരുന്നത്. പിന്നെ എല്ലാത്ത രീതിയിൽ നമുക്കിത് കുടിക്കാൻ പറ്റും. അതായത് നമുക്ക് ചില ആളുകൾക്ക് റൂമിൽ ചിലപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഗ്യാസ്, സ്റ്റവ് ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. മിക്ക ആളുകളും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും കഫ്തീരിയയിലൊക്കെ പോയിട്ട് നമ്മൾ ചായ വാങ്ങിക്കോളൂ. നോർമലായിട്ട് ആ ചായ വാങ്ങിക്കുന്ന സമയത്ത് ചായ വാങ്ങിയതിന് ശേഷം ഇത് അതിലിട്ടിട്ട് ഒന്ന് സ്പൂണിലൊന്ന് ഇളക്കി തരാൻ പറഞ്ഞാൽ മതി. അതായത് നോർമൽ ചായ ആണെങ്കിലും, ഇനി ലിപ്റ്റൺ ആണെങ്കിലും, ഏത് ചായ ആണെങ്കിലും, ഇനി പാൽ ഒഴിച്ചിട്ടുള്ള ഷമാവർട്ടി എന്നൊക്കെ പറഞ്ഞ ചായ ഉണ്ടല്ലോ, നാട്ടിലെ അടിച്ചായ എന്നൊക്കെ പറയുന്നത്, അതാണെങ്കിൽ പോലും അത് ഒന്ന് ജസ്റ്റ് അടിച്ചായ ഉണ്ടാക്കിയതിന് ശേഷം ഇത് അതിന് ശേഷം ഇതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാറ്റുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കില്ല. അതായത് നല്ല ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഒന്ന് ഉയരം കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ ആ നല്ല ടേസ്റ്റ് ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും നമുക്കുണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്കിത് വാങ്ങിയിട്ട് കുടിക്കാൻ പറ്റും. ഇതിന് വളരെ കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ. സൗദി ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും മറ്റുള്ള ഏത് GCC രാജ്യങ്ങളിലാണെങ്കിലും ബക്കാലകളിലും, അതായത് ബഹ്റൈനിലാണെങ്കിൽ, ഞാൻ ബഹ്റൈനിലാണ്, ബഹ്റൈനിൽ കോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ കോൾഡ് സ്റ്റോറിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ജോർജ് ജോഷാന്ത് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഈ ഒരു കമ്പനി ആട്ടോ ഇതിൻ്റെ ഒറിജിനൽ നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഖുറൈശി അങ്ങനെ എന്തോ ആണ് വായിക്കാം, ഖുറൈശി, ഇതാണ് ഈ പേര്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ സാധനം തന്നെ വാങ്ങിച്ചു കഴിക്കട്ടോ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ എന്നാണ് പാകിസ്ഥാനികൾ വരെ പറയുന്നത്. ഗൈസ്, ഞാനിത് ഉപയോഗിച്ച് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ സംഭവം പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് മിലാഫ് കോല എന്ന് പറയുമ്പോൾ സൗദിയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോക്ക് ഒരുപാട് ബാഡ് കമൻറ്റുകളും അങ്ങനെ കമൻറ്റ് ബോക്സിന് ഇപ്പോൾ തുറന്നു നോക്കാറില്ല. ഗൈസ്, ഇതൊരു പാകിസ്ഥാൻ്റെ ഉൽപ്പന്നമാണ്. ഇനിയിപ്പോൾ ഇത് പരിചയപ്പെടുത്തിയതിന് ഇതിൻ്റെ പേരിൽ ഇനി ആരും എന്നെ തെറി പറയരുത് കേട്ടോ. ഗൈസ്, ഇത് നല്ലൊരു സാധനമാണ്. നാട്ടിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ സാധനം കിട്ടില്ല എന്ന് അറിയാമല്ലോ. പാകിസ്ഥാൻ ഉൽപ്പന്നം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. അപ്പോൾ നാട്ടിൽ പോകുന്നവർക്കൊക്കെ ഇതൊരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ റേറ്റുണ്ട്. ഒരു ബോക്സിന് 50 പീസ് ഉണ്ടാവും. ഇനി എത്ര നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പീസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നോക്കേണ്ട കാര്യം എക്സ്പയറി ഡേറ്റ് ലോങ് ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം നമുക്ക് എപ്പോഴും യൂസ് വരാത്തൊരു സാധനമാണ്. നമുക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഹെർബൽ ടീ ആണ്. അല്ലാതെ നോർമലി എപ്പോഴും കുടിക്കേണ്ട ഹെർബൽ ടീ അല്ല. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ലോങ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടായാലും ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാം ലാംബിഡിക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.